ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ഗ്രാമറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മേൽത്തട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഗ്രാമറിൻ്റെ. യൂസിങ് ദ പ്രസന്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ഈവൻസ്. പ്രസന്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ഈവൻ. അപ്പോൾ എന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. കൺഫ്യൂസിങ്? ഒരു കൺഫ്യൂഷൻ വേണ്ട, എല്ലാം നമ്മൾ മാറ്റുന്നതായിരിക്കും. അതിനെല്ലാത്തിനു മുമ്പേ നമസ്കാരം. ക്യാപ്ഷൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, എഫക്റ്റീവ്, ഫൺ ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കുറവ്, നിങ്ങൾക്കൊരു പുതിയ നിങ്ങളെ തന്നെ കാണാൻ പറ്റും. എൻ്റെ പേര് രമ്യ. സോ നമുക്ക് നമ്മുടെ സെഷൻ നോക്കാം. സിമ്പിൾ പാസ്റ്റ്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? I ate some cake at 8 PM. I ate. സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണത്. ഈറ്റിൻ്റെ past tense, simple past tense, ate. I was eating cake all night yesterday. I was eating. ഇതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് I was eating, നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സമയം പറയുവാണ്. യെസ്റ്റർഡേ എന്നുള്ളത് അല്ലെങ്കിൽ 8 PM എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അപ്പം I was eating അല്ലെങ്കിൽ I ate some cake. സോ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നോക്കുക, പാസ്റ്റ് ആക്ഷനെ നമുക്ക് എങ്ങനെ പ്രസന്റ് ടെൻസ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഉദാഹരണം നോക്കുക. ജോൺ ചോദിക്കുകയാണ്, ഹാവ് യു വിസിറ്റഡ് ദ ബിഗ് ബാൻ? ഹാവ് യു വിസിറ്റഡ് ദ ബിഗ് ബാൻ? ജെസിക്ക പറയാണ്, യെസ് ഐ ഹാവ്. എന്തുകൊണ്ടാണ് നമ്മൾ യെസ് ഐ ഹാവ് എന്ന് പറയുന്നത്? യെസ് ഐ ഹാഡ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞൂടാ? പാസ്റ്റ് എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തൂടാ? വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ആലോചിക്കുക, അതിൻ്റെ റീസൺ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ അതിനു മുമ്പേ വെദർ വേഴ്സസ് വെൻ നോക്കുക. ഹാവ് യു ഈറ്റൻ കിംചി? കിംചി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ്. ഞാനും കഴിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കുകയാണ് ആരെങ്കിലും, ഹാവ് യു ഈറ്റൻ കിംചി എന്ന്. അപ്പോൾ ഐ ഹാവ് ഈറ്റൻ കിംചി. യെസ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൻ. കണ്ടോ, ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാവ് ഈറ്റൻ കിംചി. ഹാവിൻ്റെ കൂടെ തേർഡ് ഫോം ഓഫ് വേർബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹാവ് ഈറ്റൻ കിംചി. അതേസമയം നമ്മൾ അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഐ ഏറ്റ് കിംചി 2 weeks ബാക്ക്. എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? സി, ഇതിന് ഇങ്ങനെയും ഉത്തരം കൊടുക്കാം, ഇങ്ങനെയും ഉത്തരം കൊടുക്കാം. ഐ ഹാവ് ഈറ്റൻ കിംചി. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? കിംചി കഴിച്ചിട്ടുണ്ടോ? ഇന്ന് കഴിച്ചോ, ഇന്നലെ കഴിച്ചോ, മുമ്പ് കഴിച്ചോ എന്ന് ചോദിച്ചില്ല. കിംചി കഴിച്ചിട്ടുണ്ടോ? യെസ് ഐ ഹാവ് ഈറ്റൻ കിംചി. ഐ ഹാവ് ഈറ്റൻ എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതേസമയം ഐ ഏറ്റ് കിംചി 2 weeks ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. നമ്മൾ സമയം പറയുവാണ്. വെൻ, എപ്പോൾ ഞാൻ കഴിച്ചു എന്ന്. ചോദ്യത്തിൽ എന്താണ്? വെദർ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത്രേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഐ ഏറ്റ്, അതായത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെൻ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ് അവിടെ. അതാണ് ഓർക്കേണ്ടത്. ഓൾറൈറ്റ്, സോ അടുത്തതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിമൈൻഡർ ഉണ്ട്. ക്യാപ്ഷൻ്റെ വക 30 days ഫ്രീ ചാലഞ്ചിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്, അതുപോലെ തന്നെ മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം നിങ്ങളുടെ പെർഫോമൻസ് ഒരു മാസത്തിൽ എത്രത്തോളം പോകുന്നുണ്ടെന്ന്. കൂടാതെ തന്നെ പേഴ്സണൽ കോച്ച് ഉണ്ടാകും നിങ്ങൾക്ക് കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാൻ. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഡെയിലി മൈക്രോ ലെസൺസ് കിട്ടും. കോൺസെപ്റ്റിനെ വളരെ ചെറിയ ചെറിയ വീഡിയോയിലാക്കി പഠിത്തം കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ലൈവ് ക്ലാസ്സസ്. ഇൻസ്ട്രക്ടറോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, സംസാരിക്കാം. കൂടാതെ തന്നെ ഓൺ ദ സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. മറ്റു പിള്ളേരോട് ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം ഇതൊരു ലേൺ ടുഗെദർ പ്രോഗ്രാമാണ് ഗൈസ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ബാക്ക് ടു ആ സെഷൻ. പാസ്റ്റ് ടു നൗ. അപ്പം കുറച്ച് നാൾ മുമ്പ് വരുന്ന ഇപ്പൊ വരെ. ഓൾറൈറ്റ്, ആർ യു എ സ്വിമ്മർ? സി, യെസ് ഐ ഹാവ് സ്വം സിൻസ് ഹൈ സ്കൂൾ. ഐ ഹാവ് സ്വം സിൻസ് ഹൈ സ്കൂൾ. ഐ ഹാവ് സ്വം, അതായത് ഹാവിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തേർഡ് ഫോം ഓഫ് വേർബാണ്. ഐ ഹാവ് സ്വം സിൻസ് ഹൈ സ്കൂൾ, അതായത് ഹൈസ്കൂളിൽ നിന്ന് ഇതുവരെ ആ ക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, സംഭവം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐ ഹാവ് സ്വം സിൻസ് ഹൈ സ്കൂൾ. ഓൾ റൈറ്റ്, വേറൊരു സംഭവം ചോദിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? സി, പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ, വി, യു, ദേ. അതായത് ഐ മാത്രമേ ഇതിനകത്ത് സിംഗുലർ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം പ്ലൂറൽ ഫോം ഓഫ് ഇതാണ്, എന്താ പറയുക, പ്രൊനൗൺസ് ആണ്. സോ അതിൻ്റെ കൂടെ നമ്മൾ ഹാവിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് തേർഡ് ഫോം ഓഫ് വേർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുകൂടാണ്ട് ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഓൾ റൈറ്റ്, ഓക്കെ. ഇപ്പോൾ ഷീ ഹാസ് ലിവ്ഡ് ദെയർ ഫോർ 5 years എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീ ഹാസ് ലിവ്ഡ് ദെയർ ഫോർ 5 years. ഹാസ് ലിവ്ഡ് ദെയർ, അതായത് അപ്പം മുതൽ 5 വർഷം മുമ്പ് മുതൽ ഇപ്പം വരെ ലിവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഷീ ഹാസ് ലിവ്ഡ് ദെയർ ഫോർ 5 years എന്ന് പറയുന്നത്.
I have cooked dinner for us. I have cooked dinner for us. ഹാവിൻ്റെ കൂടെ തേർഡ് ഫോം ഓഫ് വേർബ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോൾ കുക്ക് ചെയ്തു എന്നല്ല പറഞ്ഞത്, ഐ ഹാവ് കുക്ക്ഡ് ഡിന്നർ ഫോർ അസ്. വെദറിൻ്റെ ഒരു ഉത്തരമാണ്. വെൻ എന്ന് നമ്മൾ പറയുന്നില്ല, എപ്പോൾ ഞാൻ കുക്ക് ചെയ്തു എന്ന് പറയുന്നില്ല. ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. എപ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതാണ് പെർഫെക്റ്റ്, അതായത് പ്രസന്റ് പെർഫെക്റ്റിൻ്റെ ഗുണം. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ചെയ്തിരുന്നത്. ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ, ദാറ്റ്സ് ഇറ്റ്. അതുകൂടാണ്ട് ഐ തിങ്ക് ഐ ഹാവ് ലോസ്റ്റ് മൈ ബുക്ക്. ഐ തിങ്ക് ഇവിടെയും സെയിം സംഭവം തന്നെയാണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം തൊലഞ്ഞു പോയെന്ന് അറിയാം, പക്ഷെ അത് എപ്പോൾ പോയെന്നൊന്നും നമുക്ക് അറിയുന്നില്ല. ഐ തിങ്ക് ഐ ഹാവ് ലോസ്റ്റ് മൈ ബുക്ക്. സിമ്പിളാണ്. സോ ഇതെന്താ ഇതിനകത്ത് പറയാൻ, അതായത് സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെൻ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമ്മൾ കൊടുക്കുന്നില്ല. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, യെസ്, അതാണ് നമ്മൾ പറയുന്നത്. അതേസമയം നമ്മൾ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം എന്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം ഉത്തരത്തിൽ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു നമ്മൾ അഡ്വാൻസ് ഗ്രാമർ എന്ന് പറഞ്ഞപ്പോൾ കാര്യം ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾ റൈറ്റ്. ഇതുപോലെ തന്നെ ഹി ഹാസ് നെവർ ഈറ്റൻ പിസ്സ. ഹി ഹാസ് നെവർ ഈറ്റൻ പിസ്സ. ഇപ്പം അല്ല, മുമ്പും അല്ല, അവൻ കഴിച്ചിട്ടില്ല, അത്ര ഉദ്ദേശിക്കുന്നത്. അതാണ് ഹി ഹാസ് നെവർ ഈറ്റൻ പിസ്സ. ഹി വന്നുകൊണ്ടാണ് ഇവിടെ ഹാസ്. ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹി ഷീ ഇറ്റിൻ്റെ കൂടെയൊക്കെ ഹാസ് പ്ലസ് തേർഡ് ഫോം ഓഫ് വേർബാണ്. മറ്റേതിൻ്റെ കൂടെയൊക്കെ ഐയും അതുപോലെ തന്നെ വി ദേ അതിൻ്റെ കൂടെയൊക്കെ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് വേർബാണ്. സോ നിങ്ങൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിന്, അതായത് മുമ്പ് നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് ഉപയോഗിച്ച് അത് ഡിഫൈൻ ചെയ്യുമ്പം ഒന്നല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റോ അല്ലെങ്കിൽ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ അതിനെ നമുക്ക് വൃത്തിയിൽ ഡിഫൈൻ ചെയ്യാം, എപ്പോൾ നടന്നു എന്നുള്ളതും അതുപോലെ എപ്പോൾ നടക്കണ്ട, ജസ്റ്റ് ഉത്തരം യെസ് ഓർ നോ ഉത്തരത്തിലാണെങ്കിലും നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കി എഴുതുക. ഇത്രയാണ് നമുക്ക് നമ്മുടെ ഗ്രാമർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുക. സോ ഐ തിങ്ക് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇത്തരം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് താഴെ ഇടുക. കൂടാതെ 30 days ഫ്രീ ട്രയൽ ക്യാപ്ഷൻ്റെ വക കിട്ടാൻ വിസിറ്റ് caption.com അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ ഇതുപോലെ രസകരമായ വീഡിയോ ആയിട്ട് അടുത്ത തവണ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.